ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഒരു സ്വീറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ റവ കേസരി. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് റവ കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ റവ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ ഒട്ടും തന്നെ കരിഞ്ഞു പോകാത്ത രീതിക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് റവ വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് ഇതേ പാനിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒരു നുള്ളു ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ 1 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ വരാത്ത രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. റവ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും പഞ്ചസാരയ്ക്ക് നന്നായിട്ടൊന്ന് മെൽറ്റായി റവയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ചേർന്ന് വന്നോളും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റവ കേസരി റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.